അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ 9ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു താസിഉ മുഹാദസ, ഒരു കോൺവെർസേഷനാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഉസ്താദ്, കഴിഞ്ഞ ദിവസം അന്ത്യനാളിനെ കുറിച്ച് നാം പഠിച്ചു. ഇന്ന് അതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കാം. സൈനബ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഉസ്താദ്, അത് എപ്പോൾ സംഭവിക്കുമെന്ന് അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. സൈനബ്, എങ്ങനെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? ഉസ്താദ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂറൽ ഊതുമ്പോൾ ആകാശഭൂമികളടക്കം എല്ലാം നശിച്ചു പോകും. സൈനബ്, അതോടെ എല്ലാം അവസാനിക്കുമോ? ഉസ്താദ്, ഇല്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമത് സൂറൽ ഓതുമ്പോൾ മരിച്ചവരെല്ലാം എഴുന്നേറ്റ് വരും. സൈനബ്, പിന്നീട് എന്തു സംഭവിക്കും? ഉസ്താദ്, എല്ലാവരെയും വിചാരണ നടത്തുന്നതും നന്മ തിന്മകൾ തൂക്കി നോക്കുന്നതും നന്മ അധികരിച്ചവർക്ക് സ്വർഗവും തിന്മ അധികമായവർക്ക് നരകവും നൽകുന്നതാണ്. അള്ളാഹു നമ്മെ സ്വർഗാവകാശികളാക്കട്ടെ. കുട്ടികൾ, ആമീൻ. ഇഖ്തറബത്തിസ് സാഅത്തു, അന്ത്യനാൾ ആസന്നമാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ വിശദമായി പഠിച്ചിരുന്നു അല്ലേ? ആ ക്ലാസ് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ക്ലാസ് ഉണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നും അങ്ങനെയൊരു ദിനം വരാനിരിക്കുന്നു എന്നും എല്ലാം വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. പകർത്താം. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂറൽ ഊതും 2 തവണ താഴേക്ക് എഴുതുക. ഇഖ്തറബത്തിസ് സാഅത്തു, അതും 2 തവണ താഴേക്ക് എഴുതുക. യോജിച്ചത് ചേർക്കാം. 2 കോളങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 2 കോളങ്ങളിലും കുറച്ച് കാര്യങ്ങളും തന്നിട്ടുണ്ട്. അത് യോജിച്ചത് തമ്മിൽ ചേർത്ത് വരയ്ക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. 1. ഖിയാമത്ത് നാൾ എപ്പോൾ? എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക? ഇപ്പുറത്തെ കോളം നോക്കി. ആദ്യത്തെ എന്താ തന്നിരിക്കുന്നത്? നരകം, അള്ളാഹു അല്ലാതെ അറിയുകയില്ല, മരിച്ചവരെല്ലാം എഴുന്നേറ്റ് വരും, സ്വർഗം. അപ്പോൾ ഇതിലേതാണ് ശരി ഉത്തരം? അള്ളാഹു അല്ലാതെ അറിയുകയില്ല എന്ന് 2ാമത് തന്നിരിക്കുന്നതാണ് ശരി ഉത്തരം. നേരെ വരയ്ക്കുക. 2. 2ാമത് സൂറൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? മരിച്ചവരെല്ലാം എഴുന്നേറ്റ് വരും. 3ാമത് തന്നിരിക്കുന്ന കോളത്തിലേക്ക് വരയ്ക്കുക. അടുത്തത് നല്ല മനുഷ്യർക്ക് എന്താണ് കിട്ടുക? സ്വർഗം. അവസാനത്തെ കോളവുമായി യോജിപ്പിക്കുക. 4. ചീത്ത മനുഷ്യർക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നരകം. ആദ്യത്തെ കോളവുമായി യോജിപ്പിക്കുക. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതൊന്ന് പരിചയപ്പെടാം. സൂറുൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം അസ്സാഅ. സൂർ എന്ന കാഹളം എന്താണെന്ന് അറിയാമല്ലോ. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ആരാണെന്നറിയാമല്ലോ. സാഅത്ത് എന്ന് വെച്ചാൽ സമയം. ഇവിടെ അന്ത്യനാളിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗം പൂർണ്ണമായി മനസ്സിലായല്ലോ. ഇതുവരെയുള്ള പാഠഭാഗങ്ങളെല്ലാം നന്നായി വായിച്ചു പഠിക്കുക. വായിച്ചു പഠിക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.